ഇതാര് കണ്ടിട്ട് കൊറയാലോ സ്ഥലത്തൊന്നില്ലേ? നമ്മളെവിടെ പോകാനോ വിനോദേട്ടാ? ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അല്ല, നിന്റെ നാട്ടിലൊന്നും അധികം കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. മാമരം വൈകൂ, കണ്ടിട്ട് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. പുള്ളി പോരടാ, നീ ഇവിടെ ഇരിക്കേ. നിനക്ക് ഊണ് ഉറക്കൊന്നില്ലടാ, നീ ആകെ ക്ഷീണിച്ച് കോലം കിട്ടുമല്ലോ. ഞങ്ങള് കൂട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ജോയിന്റ് ആയിട്ട് ഒരു കച്ചവടം തുടങ്ങാൻ പരിപാടിയാ. അതിന്റെ ഓട്ടത്തിലെ മുഴുവൻ അതൊരു ക്ഷീണം. അപ്പൊ ജോയിന്റ് കച്ചവടാണല്ലേ? ക്ഷീണം കാണും, ക്ഷീണം കാണും. ഹലോ പറ. ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്തെ? എത്ര പ്രാവശ്യം ഞാൻ വിളിക്കണു? തമാശ കളിക്കാ നീ? എനിക്ക് ഇപ്പൊ തന്നെ ഈ കാര്യത്തിൽ ഉറപ്പ് കിട്ടണം. ഞാൻ കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കണില്ലേ, അതിന്റെ ഇടയിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം. ഞാൻ കണ്ടില്ല ഇങ്ങനെ വിളിക്കരുത്. ഞാൻ പിന്നെ വിളിക്കാന്ന്. എപ്പോ വിളിക്കും? നീ വിളിക്കില്ല. വിളിക്കാം. ഏതൊക്കെ വണ്ടികളാണോ? 10,000 കൊടുക്കാം. കട തുറന്നിട്ടില്ല, അതിനു മുമ്പ് തുടങ്ങി ചായ കുടി. നീ ആ മാക്സ് സെന്ററിന്റെ പണി തീർത്താ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇല്ല, എന്നെങ്കിലും കഴിയോ? ആ രാജനെ കിടത്തി പറപ്പിക്കണില്ല. ഈ ചായ ഒന്നണ്ട പണി തീർക്കടാ. ഹലോ മാമ, അത്യാവശ്യം ഒരു 1000 രൂപ വേണം. എന്റെ ഫ്രണ്ട് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലാണ്. മാമ പ്ലീസ്, മാമ ബില്ല് അടയ്ക്കാനാ പ്ലീസ്. 500 കൊണ്ടോ. താങ്ക് യു. അതെ, പതിവുള്ള എന്റെ കൂടെ ഒരു പാക്കറ്റ് ബ്രെഡ് കൂടി. ഞങ്ങൾ 4 ടിക്കറ്റ് വാങ്ങിട്ട് സൈഡിൽ കൂടെ ചാടാൻ നോക്കുമ്പോ അപ്പളേക്കും മച്ചന്മാരും മഫ്തിനും കൂടി കയറി. പിന്നെ നിന്നെ ഇപ്പോഴാ കാണണേ. പുതിയ വല്ല ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവോ? ഇതാ നീ പറഞ്ഞ പിള്ളേര്. എന്നാ വണ്ടി നോക്ക്. നീ ഇങ്ങോട്ട് വാ. എന്താ ഈ വരവിന്റെ ഉദ്ദേശം? ഞങ്ങൾ 3-4 ഫ്രണ്ട്സ് കൂടി ചേർന്ന് ഒരു കച്ചവടം തുടങ്ങാനുള്ള പരിപാടിയാണ്. ഓർഗാനിക് പച്ചക്കറി കച്ചവടം. ഓഹോ, ഇപ്പൊ ഇതിനൊക്കെ നല്ല മാർക്കറ്റാ മാമ. നന്നായി ശ്രമിച്ച മാസം ഒരു 30,000 രൂപ വരുമാനം ഉണ്ടാക്കും. ഞങ്ങൾ 3-4 പേര് കൂടി 50,000 ഷെയർ ഇട്ട് ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്. ഇനി ആഴ്ചക്ക് പോയി ചരക്കെടുക്കാം. തമിഴ്നാട്ടിൽ നിന്ന്. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഓർഗാനിക് ആണെന്നുകൊണ്ട് വിൽക്കുക. കിലോന് 50 രൂപ വെച്ച് ലാഭം കിട്ടും. 50 രൂപ വെച്ച് ലാഭം കിട്ടുമോ? 50 രൂപ. അപ്പൊ തട്ടിപ്പന്റെ പരിപാടി. ഉഡായിപ്പ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. കൊള്ളാം. 10,000 രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി 40,000. 40,000? നീ എന്താ ഈ കാശ് നിന്റെ അച്ഛനോട് ചോദിക്കാത്ത? ഞാൻ പറഞ്ഞ അച്ഛനൊന്നും വിശ്വസിക്കില്ല മാമ. ശരി, അപ്പൊ നീ പറയണതൊക്കെ ഞാൻ തൊണ്ട തൊടാണ്ട് വിഴുങ്ങണം അല്ലേ? അല്ല, അതല്ല. നിന്റെ കയ്യിലിരിപ്പിന്റെ ജാതകം മുഴുവൻ നിന്റെ അച്ഛനറിയാം. സ്വന്തം വീട്ടിലെ അലമാരിയുടെ താക്കോല് പൂട്ടിയിട്ട് അച്ഛൻ പോക്കറ്റിലിടതേ കള്ളന്മാരെ പേടിച്ചിട്ടല്ല, നിന്നെ പേടിച്ചിട്ടാ. മനസ്സിലായ? വിറ്റല്ല, ഇങ്ങനെ നാട്ടുകാരെയും വീട്ടുകാരെയും പറ്റിച്ച് നടക്കാണ്ട് ഒരു ജോലി നേടാൻ നോക്ക്. ഞാൻ അറിയണ്ടാ നിന്റെ ലീലാവിലാസങ്ങളൊക്കെ. കണ്ട പോക്കറ്റടിക്കാരും തെമ്മാടികളായിട്ട് നിന്റെ കള്ളുടി കൂട്ടും. അല്ല, അറിയാണ്ട് ചോദിക്കുക, നീയൊന്നും ഒരിക്കലും നന്നാവില്ല എന്ന് തിളക്കണ ടാറിൽ ഇങ്ങനെ കൈമുക്കിയിട്ട് പ്രതിഞ്ഞെടുത്തിരിക്ക. അല്ല പിന്നെ പൊക്കോ പൊക്കോ. ഇത് വെച്ചോ. ഇതോണ്ടെങ്ങാനും കള്ളു വാങ്ങി കുടിച്ചു എന്ന് ഞാൻ അറിഞ്ഞ. താങ്ക്സ്. കിട്ടിയത് 500, 50,000 വർത്താനം. ഇപ്പൊ 500. ഇയാൾ 500 ആന. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ട. ഞാൻ കാര്യങ്ങൾ റെഡിയാക്കാനുള്ള ഓട്ടത്തിലല്ലേ. മനസ്സമാധാനം ഞാൻ അവിടെ വിളിക്കാം.
മാർഗമില്ലാന്ന് നീ പറയണ്ട. പോക്കറ്റ് അടിക്കുക, പിടിച്ചു പറിക്കുക, എന്തെങ്കിലും ചെയ്ത് നീ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ വീടിന് മുറ്റത്ത് ഞാൻ കെട്ടി തൂങ്ങിട്ടാവും. അല്ല പിന്നെ പ്രതീക്ഷ നീ എന്നെ കളിക്കാൻ നിൽക്കണ്ട. ആ കൊന്നോളാം. കൊല്ലിയെ തട്ടിപ്പറിക്കുകയെ പിടിച്ചു പറിക്കുകയെ എന്തൊക്കെ ഇതിനാലും വേണ്ടിയില്ല. പ്രതീക്ഷ ഞാൻ കെട്ടി തൂങ്ങിട്ടാവും നീ കാരണം. നോക്കിക്കോ. മക്കളെ ഉത്ബുദ്ധരാക്കാൻ യജ്ഞം സഹായിക നിങ്ങളുടെ കൺമുന്നിൽ ये बुद्धू का आदमी नारियल पानी लावो ना. റാഡിക്കലായിട്ടുള്ള മാറ്റമല്ല ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് നമ്മൾ ചോദിച്ചു എന്നുള്ളത് ലളിതമായിട്ട് ആ ഫയലൊന്ന് സഖാബ് അരവിന്ദൻ പോയിട്ട് 4 മാസമായി. ആ ഒരു കട ഇപ്പോഴും ബാക്കി നിൽക്കുക. ഇനിയൊന്നും ചെയ്യാതിരുന്നാ നമുക്ക് ക്ഷീണം. അവന്മാരുടെ നകളിപ്പോ ഒത്തിരി കൂടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാ അവന്മാര് നമ്മളെ തലേ കയറും. എടാ നിങ്ങൾ തിരക്ക് കൂട്ടാണ്ടിരിക്കേ. ഒന്നാമത് നമുക്ക് ഇത്തിരി ചീത്തപ്പേരുള്ളതാ. കാത്തിരിക്കേ, നല്ലൊരു അവസരം വരും. കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് വെച്ചോ. ഒന്ന് ടിസ്റ്റ് ചെയ്തോ. മുക്കിയിട്ട് എന്തായി? നമ്മുടെ ഫ്ലെക്സ് ഉണ്ട്, അടിപൊളിയായിട്ടില്ലേ? ഫ്ലെക്സ് ഒക്കെ അവിടെ കിട്ടെ. ഫണ്ടിന്റെ എന്തായി? ഫണ്ട് നമ്മൾ ഉഷാറാക്കും. ആ വേഗം ആവട്ടെ. റെസിറ്റ് ബുക്ക് എടുത്തിട്ട് ഇറങ്ങാം. ആ വീട്ടിലേക്ക് എത്തിച്ചേക്കാം. എന്തുകൊണ്ടാ നോക്കി പേടിപ്പിക്കണേ? ശരിയാക്കി തരാം.